ലോകത്ത് ഏകദേശം 60,000 ആൾക്കാർ ഒരു വർഷം റാബീസ് വന്ന് മരിക്കുന്നുണ്ട്. അതിലേകദേശം 1/3, അതായത് 20,000 ആൾക്കാർ നമ്മുടെ ഇന്ത്യയിലാണ്. ഈ റാബീസ് എന്ന് പറഞ്ഞ ഒരു ന്യൂറോട്രോപ്പിക് വൈറസ്, നമ്മളെ ഞരമ്പിനെ ബാധിക്കുന്ന ഒരു വൈറസാണ്. അതിൻ്റെ സിവിയറിറ്റി എവിടെ കടിക്കുന്നു അനുസരിച്ചിരിക്കും. ഈ കടിച്ച് മരിക്കുന്നതിൽ ഏകദേശം 35-40% കുട്ടികളാണ്. എന്തുകൊണ്ട്? കാരണം വെച്ചാൽ കുട്ടികൾ ഒന്നാമത് സൈസ് ചെറുതായതുകൊണ്ട് ഇവരെ തലയിലും കഴുത്തിലും കടിയേൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുമാതിരി അതിൻ്റെ സീരിയസ്നെസ്, ഗൗരവം, അതായത് ആഴത്തിൽ കടിയേൽക്കാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഇവർക്ക് ഈ നായിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗ്ഗങ്ങൾ കുറവായിരിക്കും. പിന്നെ അതുപോലെ കുട്ടികൾ മറച്ചു വെക്കും ചിലപ്പം. അതായത് അച്ഛനമ്മമാർ ഇവരെ പേടിപ്പിക്കും, അല്ലെങ്കിൽ ചീത്ത പറയുന്നുള്ളൊരു പേടിയിൽ അവരോട് പറയുന്നത് മടക്കും. പിന്നെ എനിക്ക് നമ്മുടെ മാതാപിതാക്കളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ കുട്ടികൾ സ്കൂളിലൊക്കെ വിടുമ്പം ശ്രദ്ധിക്കേണ്ടത് അവർ ഒറ്റയ്ക്കാവുന്നത്ര വിടാതെ, ഇതുമാതിരി പട്ടികളൊക്കെ കൂടുതലുള്ള സ്ഥലമാണ്, നിങ്ങൾ എന്തായാലും വളരെ നല്ലൊരു ശ്രദ്ധ കുട്ടികൾ അവരുടെ അടുത്ത് വേണം. പിന്നെ അഥവാ കുട്ടിക്ക് കടിയേറ്റാൽ ആദ്യം നിങ്ങൾ ഒരു 10-15 മിനിറ്റ് സോപ്പ് വെള്ളത്തിൽ നന്നായി കഴുകി, ആൻറ്റിസെപ്റ്റിക് ബീറ്റാഡിനൊക്കെ കിട്ടുമെങ്കിൽ അത് ഉപയോഗിച്ച് കഴുകിയതിന് ശേഷം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് നിങ്ങൾ മേഡിയേറ്റൽ ഇമ്മ്യൂണോഗ്ലോബുലിൻ എൻ്റെ കൂടെ വാക്സിനും കൊടുക്കുക. പിന്നെ ചെയ്യുന്ന പ്രീ എക്സ്പോഷർ പ്രൊഫിലാക്സിസ്, അതായത് കടി ഏൽക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണെങ്കിൽ ഈ പറഞ്ഞ പോലെ 3 ഡോസ് വാക്സിൻ കുട്ടിക്ക് കടി ഏൽക്കുന്നതിന് മുമ്പ് തന്നെ കൊടുത്താൽ കുട്ടികൾ ഈ റാബീസ് വരാനുള്ള സാധ്യതകളൊക്കെ വളരെ കുറവായിരിക്കും.